ഒന്നല്ല പലതവണ ഇതേ വിഷയത്തിൽ ഒരേ നടിയെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിന് ആധാരമായ കാര്യമുണ്ടാകുന്നത് 4 മാസത്തിന് മുൻപായിരുന്നുവെങ്കിലും അതാണ് ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും അതിനുശേഷവും ആ വിഷയം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ആ വിഷയം സംസാരിക്കപ്പെട്ട സദസ്സിലൊക്കെയും ഈ നടിയെ ഹണി റോസിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം ആവർത്തിച്ചിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതി ഇക്കാര്യം മനസ്സിലാക്കി ആ വിലയിരുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തിയോഫനിലേക്ക് വീണ്ടും. തിയോഫൻ, എന്താണ് സംഭവിക്കുന്നത്? അഭിഭാഷകരിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ? ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിലെ തീരുമാനം എന്താണ്? അന്ന ഉടൻ തന്നെ ഏത് ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത ലഭിക്കും. എന്തായാലും റിമാൻഡാണ്. റിമാൻഡിൽ ചെയ്ത് ജയിലിലേക്ക് അയക്കും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ മുകളിൽ കോടതിയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമാകും ബോബി ചെമ്മണ്ണൂരിനെ താഴേക്ക് കൊണ്ടുവരിക. 2 വഴികൾ ഇവിടെയുണ്ട്. നേരത്തെ തലകറങ്ങി വീണു എന്നതുകൊണ്ട് തന്നെ ലിഫ്റ്റ് വഴിയാകും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കലാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കുള്ള ക്യാമറ ഈ ലിഫ്റ്റിന് സമീപത്താണുള്ളത്. അതോടൊപ്പം മറ്റൊരു ക്യാമറ നമ്മൾ സ്റ്റെയർ കേസിനടുത്തുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ താഴേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ പേപ്പർ വർക്കുകൾ, അതായത് ഈ റിമാൻഡ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ജയിലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരാളെ റിമാൻഡ് ചെയ്യുമ്പോൾ ആ റിമാൻഡ് റിപ്പോർട്ടും ഈ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള കോടതിയുടെ വിധിയുടെ പകർപ്പ് ഇതെല്ലാം തയ്യാറാക്കണം. ഇത് തയ്യാറാക്കുന്നതിനൊരു താമസം മാത്രമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. വിധി വന്നപ്പോൾ റിമാൻഡ് അറിയിച്ചുകൊണ്ടുള്ള റിമാൻഡാണ് എന്നറിയിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ കുഴഞ്ഞു വീഴുകയുണ്ടായിരുന്നു. ഈ കുഴഞ്ഞു വീഴലിൻ്റെ പിന്നാലെയാണ് ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കോടതി അല്ലെങ്കിൽ അത്തരത്തിലൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഈ റിമാൻഡ് ചെയ്യപ്പെട്ടയാൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് കോടതി എന്താണ് തീരുമാനിക്കുന്നതെന്ന് അല്പസമയത്തിനകം നമുക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പരിശോധന ചിലപ്പോൾ അതിനു മുമ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്തായാലും അല്പനിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ എന്തായാലും ഈ ശിക്ഷ നടപടി അല്ലെങ്കിൽ തൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അത്തരം നടപടികളുമായി ബന്ധപ്പെട്ട ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായിരിക്കുന്നു. കൃത്യമായും പ്രതിവാദിൻ്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അന്ന